ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ അനുമോള് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. റിസൾട്ട് വരുന്ന ദിവസം കേട്ടോ. കുറേ സമയം ഫോണിൽ നോക്കുന്നു, റിസൾട്ട് ഇപ്പോൾ വരുമല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് കേട്ടോ. അനുമോൾ നോക്കുമ്പോൾ റിസൾട്ട് തന്നെയാണ് വന്നത്. 95% കൂടി അനുമോൾ പാസ്സായിരിക്കുന്നു. ആ സന്തോഷം അവിടെ കിടന്ന് തുള്ളിച്ചാടുക. എന്നിട്ട് മുത്തശ്ശിയെ, അപ്പച്ചിമാരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് വിളിക്കാട്ടോ. ഓടി ചെല്ലുമ്പോൾ അവരൊക്കെ കിച്ചണിൽ നിൽക്കുകയാണ്. നന്ദിതയും രാജശ്രീ അമ്മയും കൂടെ ചോദിക്കണം, എന്താ മോളെ, എന്താ നിനക്ക് ഇത്ര സന്തോഷം? അതെ, എൻ്റെ റിസൾട്ട് വന്നു, എനിക്ക് നല്ല മാർക്കുണ്ട്, ഞാൻ പാസ്സായി, എനിക്ക് 95% മാർക്കുണ്ടെന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ അങ്ങ് സന്തോഷമാവുകയാണ്. അപ്പോൾ രാജശ്രീ പറയുന്നത്, മെഡിക്ക് കുട്ടി, അമ്മയും അതുപോലെ തന്നെ പറയാം. എന്നാലും നിനക്ക് ഇത്രയും മാർക്കുണ്ടോ, പഠിക്കാനും നീ മെഡിക്കുകയാണല്ലോ. ഓ, ഈ സന്തോഷം പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ തീർക്കാനാ? പെട്ടെന്ന് രാജശ്രീ ചോദിക്കുക, എടി മോളെ, അലോക് അറിഞ്ഞോ നിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം? അപ്പോഴാണ് അലോക് അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇവരുടെ സംസാരവും ബഹളവും ഒക്കെ കാണുമ്പോൾ, എടാ അലോകെ, നീ ഇങ്ങോട്ട് വന്നേ, അനുശ്രീക്ക് റിസൾട്ട് വന്നു. എത്ര മാർക്കാണെന്നറിയോ? 95% മാർക്കോട് കൂടി അവൾ പാസ്സായിരിക്കുകയാണ്. മിടുക്കി, കണ്ടോടാ, കണ്ടോ? ഓ, എനിക്ക് വയ്യ, നീ ഈ സന്തോഷം ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കാനാ എന്ന് രാജശ്രീ. അപ്പം തന്നെ പെട്ടെന്ന് നമ്മുടെ അനുമോള് എന്തോ ഓർത്തതുപോലെ ഓർത്തിട്ട് പറയാം, അതെ, എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് നല്ല മാർക്കോട് കൂടി ഞാൻ പാസ്സായി കഴിഞ്ഞാൽ എൻ്റെ അമ്മ അമ്പലത്തിലൊരു നേർച്ച വച്ചിരുന്നു. അപ്പോൾ അതെനിക്ക് ഒന്ന് കൊടുക്കണമെന്നുണ്ട്, അമ്പലത്തിലൊന്ന് പോകണമെന്നുണ്ട്, എന്നെ അതിനെ അനുവദിക്കാവോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ രാജശ്രീ ചോദിക്കാനാണ്, എന്താ മോളെ ഇങ്ങനെ അപേക്ഷ പോലെയൊക്കെ നീ ചോദിക്കുന്നത്? അമ്പലത്തിൽ പോകേണ്ട ഒരു കാര്യമല്ലേ, നിനക്ക് സന്തോഷത്തോടു കൂടി പോകാമെന്നുള്ളതല്ലേ ഉള്ളൂ. മോള് പോയിട്ട് വാ, അതൊരു നല്ല കാര്യം തന്നെയല്ലേ. എടാ അലോകെ, അവളെയും കൂടി അമ്പലത്തിൽ പോയിട്ട് വാ. അല്ല, എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ലമ്മേ, എനിക്ക് ജോലി സ്ഥലത്തേക്ക് പോകണം, പിന്നെ എങ്ങനെ ആവട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഈ കാര്യമൊക്കെ നല്ല കാര്യങ്ങളാണ്, പെട്ടെന്ന് തന്നെ അമ്പല കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കേണ്ടതാണ്, അവളെയും വിളിച്ചും കൊണ്ട് പോയിട്ട് വാ. അല്ല അത് എന്നും പറഞ്ഞ് ഇങ്ങനെ മടിച്ച് നിൽക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അവളെ അനുമോളെ കൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അനുമോളാണെങ്കിൽ അല്ല അത് പിന്നെ പോയല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് സാരമില്ല, അവൻ കൊണ്ട് പൊക്കോളും, നിർബന്ധിക്കാം കേട്ടോ. അങ്ങനെ അലോകിന് എന്തായാലും കൊണ്ടുപോകാനൊരു ഒരു പണിയും കൂടെ കൊടുക്കാമല്ലോ അവൾക്ക് എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് കാറിൽ കയറി പോവുക. ഈ സമയത്ത് രാവിലെ തന്നെ ആര്യനും നമ്മുടെ മിത്രയും കൂടെ പ്രാക്ടീസിന് വേണ്ടി ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. അവർ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് ഓട്ടോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ മിത്രയ്ക്ക് ഇച്ചിരി തളർച്ചയൊക്കെ വരിക കേട്ടോ. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ മിത്രേ, കരിക്ക് കുടിക്കാം, ബാ. അങ്ങനെ കരിക്ക് കുടിക്കുന്നിടത്തേക്ക് ചെല്ലാം കേട്ടോ. അയാളോട് ഒരു കരിക്ക് വേണമെന്ന് പറയാം. മിത്ര ചോദിക്കുകയാണ്, ആര്യൻ എന്താ വേണ്ടേ, ഒരെണ്ണം മതിയോ? തൽക്കാലം നീ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടും ഒരു കരിക്ക് വെട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ മിത്ര കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ പെട്ടെന്ന് അവിടുന്ന് എക്സ്ട്രാ ഒരു സ്ട്രോ കൂടെ വാങ്ങി മിത്രയുടെ ആ കരിക്കിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് കുടിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു കരിക്കിനിരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ, ആൽത്തറയുടെ ഭാഗത്ത്. അവിടെ നമ്മുടെ അലോകും അനുശ്രീയും കൂടെ വന്നിട്ടുണ്ട്. കാറ് നിൽക്കുമ്പോൾ തന്നെ പറയാൻ, നീ പോയി അവിടെ നിന്ന് ഒരു കരിക്ക് മേടിച്ചിട്ട് വാന്ന് പറയാം കേട്ടോ. ഇല്ല, കരിക്കോ ഇപ്പോൾ രാവിലെ എന്തിനാ, എനിക്ക് കരിക്കൊന്നും വേണ്ട, നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം, അതിന് അലോകിന് ഇറങ്ങി വാങ്ങിച്ചുകൂടെ? ഞാൻ ഇറങ്ങി വാങ്ങുന്നില്ല, നീ തന്നെ ഇറങ്ങി വാങ്ങിച്ചിട്ട് വാന്ന് പറയും. അപ്പോഴാണ് അവിടെ ആര്യനും ഇത്രയും കൂടി ഇരുന്ന് കരിക്ക് കഴിക്കുന്നത് അലോകിൻ്റെ കണ്ണിൽ പെടുന്നത്. അങ്ങനെ വിട്ടാൽ പറ്റില്ല, അല്ല ഇവളെ തന്നെ പറഞ്ഞ് വിട്ടേ പറ്റുള്ളൂ. എടി, നിന്നോടാ പറഞ്ഞത് പോയി കരിക്ക് വാങ്ങിച്ചു വരാൻ, ഈ അലോകിന് എന്തിൻ്റെ കേടാ, പോയി വാങ്ങിച്ചിട്ട് വാടി എന്നും പറഞ്ഞും കൊണ്ട് അലോകിൻ്റെ അടുത്ത് പറയണേ, പോവാം, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, പൈസ നീ അങ്ങോട്ട് പോ, നീ വാങ്ങിക്കുക. അങ്ങനെ നമ്മുടെ അനുശ്രീ മടിച്ച് നിൽക്കുക കേട്ടോ. നീ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ ആരായി ഇരിക്കുന്നതെന്ന്. നോക്കുമ്പോഴാണ് മിത്രയും ആര്യൻ ചേട്ടനും. അയ്യോ, ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനുള്ള ധൈര്യം ഒട്ടുമില്ല. പക്ഷേ ഈ സമയം അങ്ങനെ പാഴാക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഇറങ്ങി നമ്മുടെ അനുവിനെ തള്ളി വിടുക കേട്ടോ. ഇത്രയും കാണുന്നുണ്ട്, ആര്യനും കാണുന്നുണ്ട്. ഇവർ ഇറങ്ങി ഇങ്ങനെ വരുന്നത്. പെട്ടെന്ന് മുന്നിൽ തന്നെ അനുശ്രീയെ കാണുമ്പോൾ ആര്യനൊന്ന് അന്താളിക്കുക കേട്ടോ. അത് ഏട്ടാ എന്നിങ്ങനെ വിളിക്കുകയാണ്. നിന്നോടല്ലേ പോയി പറഞ്ഞത്, പോയി കരിക്ക് വാങ്ങിയിട്ട് വാടി, ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞും കൊണ്ട് പിടിച്ചൊരു തള്ളു കൊടുക്കാട്ടോ അനുമോളെ നമ്മുടെ അലോക്. ഇത് കാണുമ്പോൾ ആര്യം മിണ്ടാതിരിക്കും. ആര്യനെ, നീ എന്ത് പണിയാടാ കാണിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങോട്ട് ചില്ല. ഹലോ, ഇങ്ങോട്ട് വന്ന ഉടക്കാണെന്ന് നിൽക്കണ്ട കേട്ടോ, ഇതേ എൻ്റെ ഭാര്യയാണ്. ഭാര്യയും ഭർത്താവും ആവും പല പ്രശ്നങ്ങളുണ്ടാകും, ചിലപ്പോൾ സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് അതിലിടപെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മിത്ര പറയാ, ആര്യ മിണ്ടാതിരിക്കുക, അങ്ങോട്ട് പോകണ്ട. ഇതാ അലോകെ, നീ കളിക്കുന്നത് കുറച്ച് കൂടുതലാണ്.
നീ ആരാടി ചോദിക്കാൻ? നീ ഒന്നും മിണ്ടാതിരിക്കടി, ഇതെൻ്റെ ഭാര്യ, അവളെ ഞാൻ എന്തും ചെയ്യും, ഇങ്ങോട്ട് ചോദിക്കാനും മിണ്ടാനൊന്നും വന്നേക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഉന്തും തള്ളും ആവാൻ തുടങ്ങിട്ടോ. പെട്ടെന്ന് നമ്മുടെ മിത്ര കയറി ഇടപെട്ടിട്ട് പറയാം, വേണ്ട, അതൊന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ആലോകിനെ പിടിച്ച് വലിച്ചുകൊണ്ട് അനുമോളും വരും കേട്ടോ. പക്ഷെ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് അതങ്ങനെ പിരിഞ്ഞു പോവാണ്. അപ്പോൾ തന്നെ ആര്യനങ്ങ് ദേഷ്യം വന്നിട്ട് മിത്രയോട് പറയാം, കണ്ടോ അവൻ ചെയ്യുന്നത് കണ്ടില്ലേ പനി, എനിക്ക് അന്നേ അറിയായിരുന്നു ഇവൻ ഇങ്ങനെ ടോർച്ചർ ചെയ്യുമെന്ന്. അവളെ പാവം പിടിച്ച അവളെ എന്തോ പറഞ്ഞ് കുരുക്കി ഇട്ടിരിക്കാവേ, അതുകൊണ്ടാണ്. അവളാണെങ്കിൽ തൊട്ട് വാ തുറന്ന് പറയുന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അവളെ സഹായിക്കാൻ പറ്റുള്ളൂ, അതും പറയുന്നില്ല. ഞാൻ പക്ഷെ കണ്ടുപിടിക്കും, ഇന്നല്ല നാളെ ആയാലും അവനെ ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ മിത്രയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാമല്ലോ. മിത്രയ്ക്ക് ഒന്നും പറയാൻ പറ്റാതെ മിത്രയും ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുക കേട്ടോ. പോകുന്ന വഴി കാറിലിരുന്നും കൊണ്ട് നമ്മുടെ അലോക് അങ്ങനെ കക്കക്കാന്ന് ചിരിക്കുകയാണ്. എടീ, എനിക്കിന്ന് ഭയങ്കര സന്തോഷമായി. ഓ, നിൻ്റെ ഏട്ടൻ്റെയൊക്കെ മുന്നിൽ എനിക്കൊരു ഷോ കാണിക്കാൻ പറ്റിയല്ലോ. അവനെ നിന്നെ തൊട്ടിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇത് കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. നീ എന്നെ അവിടുന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഭാഗ്യം, ഇല്ലെങ്കിൽ ഇന്ന് അവൻ പപ്പടമായേനെ എന്നൊക്കെ പറയാട്ടോ. അനുമോൾക്കാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യ. അപ്പോൾ അനുമോൾ പറയാം, എടാ ഞാൻ അതൊന്നും പേടിച്ചിട്ടല്ല നിന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നത്. നിനക്ക് ആരും ചേട്ടൻ്റെ ഒരു അടിയിൽ താങ്ങാൻ പോലും നിന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എത്ര തവണ എൻ്റെ ചേട്ടൻ്റെ അടി കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ചൂടെന്താ നീ അറിഞ്ഞിരിക്കുന്നതല്ലേ. വെറുതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നിനക്ക് ഇടി വാങ്ങണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് നിന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ അതോടുകൂടി പെട്ടെന്ന് നമ്മുടെ അലോകാണെങ്കിൽ ചമ്മി നാറിപ്പോയി. എന്നാലും വിട്ടു കൊടുക്കാൻ പറ്റും. എടി, നീ എന്തിനാടി ഇന്ന് ചിരിക്കണം? പിന്നല്ലാണ്ട് അലോകിൻ്റെ ഈ സംസാരം കേട്ടാൽ എനിക്ക് ചിരി വരാതിരിക്കുമെന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് അനുമോൾ വണ്ടിയിൽ നിന്ന് കക്കാന്ന് ചിരിക്കാൻ തുടങ്ങിയിട്ട്, അത് ശരി, നീ അത്രയ്ക്കായോടി, നിൻ്റെ ഏട്ടന്മാരെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് പിടിക്കില്ലല്ലേ, നിനക്കുള്ള പണി ഞാൻ തരാം, അങ്ങനെയെങ്കിൽ നിനക്ക് ഞാൻ അടുത്ത പണി തരാടി എന്നും പറഞ്ഞ് നേരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോട്ടോ. അപ്പോൾ അനുമോൾക്കൊരു സംശയം, ഇത് എങ്ങോട്ടാണ് പോണേന്ന് നോക്കുമ്പോൾ ഗോമതി സ്റ്റോറിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ട് കാർ അങ്ങോട്ട് നിർത്തണം കേട്ടോ. എന്നിട്ട് പറയാം, ശരി ഇവിടെ ഇറങ്ങിക്കോ. എന്തിനാണ് ഞാൻ ഇറങ്ങണേ? എനിക്ക് ഒരു കടലമുട്ടായി തിന്നാൻ കൊതിയാവണം. നീ ഒരു കാര്യം ചെയ്യും, പോയി ഒരു കടലമുട്ടായി മേടിച്ചിട്ട് വാന്ന് പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് കടലമുട്ടായൊന്നും വേണ്ട, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് വേണം, നീ പോയി വാങ്ങിച്ചിട്ട് പാടി. ആ കടലമുട്ടായി വേണമെങ്കിൽ വേറെ എത്രയോ കടയുണ്ട്, ഞാൻ അവിടെ പോയി വാങ്ങാം, എനിക്കിവിടെ പോകാൻ പറ്റില്ല. നീ ഇവിടെ തന്നെ പോയി വാങ്ങണം, അന്നേ പറ്റൂ. ഇറങ്ങണ്ടി അങ്ങോട്ട്, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരും. അവസാനം അനുമോൾ പറയാം, പോവാം, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. കാശോ? എന്തിനാടി കാശ്? നിൻ്റെ അച്ഛൻ്റെ കടയല്ലേ, പൈസ കൊടുക്കാതെ നീ വാങ്ങിച്ചാൽ മതി, ചെല്ല് പോ എന്നും പറഞ്ഞ് തള്ളി ഉന്തി വിടുക കേട്ടോ. അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കണമല്ലോ, അനുമോളുടെ മുന്നിൽ വെച്ചിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കി അവളെ വിഷമിപ്പിക്കണം. അനുമോൾ മനസ്സോടുകൂടി ആ കടയിലേക്ക് ചെന്ന് കയറുകയാണ്. ബാലൻ ഇത് കാണുമ്പോൾ അങ്ങോട്ട് ചാടി എണീറ്റിട്ട്, എന്തിനാടി നീ ഇങ്ങോട്ട് കയറി വന്നത്? ഇറങ്ങിപ്പോടി എൻ്റെ കടയ്ക്കകത്തുനിന്ന്. അച്ഛാ, അത് നിന്നോടല്ലേ പറഞ്ഞേ. അച്ഛനോ? ഏതച്ഛനാടി നിനക്ക്? അച്ഛൻ പോലും, അച്ഛൻ, എൻ്റെ അച്ഛൻ എല്ലാം കഴിഞ്ഞു, ഇനി സംസാരിച്ച് പോകില്ലേ, ഇറങ്ങിക്കോ. അല്ല അച്ഛാ. അപ്പോൾ ഉടനെ ദേവിയും ധർമ്മനും ഒക്കെ ഓടി ഇങ്ങോട്ട് വന്നിട്ട്, അയ്യോ അച്ഛാ മിണ്ടാതിരിക്കുക, ഒന്നും ചെയ്യല്ലേ, മാറി നിൽക്കുക. കണ്ടില്ലേ ഇവൾ എന്തിനകത്ത് കയറി? ഞങ്ങളെ എല്ലാവരെയും തീ തിരിച്ചിട്ട് അവൾ ഇതിനകത്ത് കയറി വന്നിരിക്കുന്നു. അച്ഛാ, എനിക്കൊരു കടലമുട്ടായി വേണം. കടലമുട്ടായോ? നിനക്ക് അത് വേണമെങ്കിൽ നീ അപ്പുറത്ത് വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചോ, ഈ കടയിൽ നിനക്ക് ഒരു സാധനം തരില്ല, ഞാൻ ഇവിടുന്നേ വാങ്ങുന്നുള്ളൂ. നിങ്ങൾ സാധനം വിൽക്കാനല്ലേ വച്ചിരിക്കുന്നത്, ഞാൻ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിനക്കിവിടെ സാധനം ഇല്ലെന്ന് പറഞ്ഞില്ലേ? ദേവി ഓടിക്കോടെന്ന് പറയും, മോൾ എന്തിനാ ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? വെറുതെ അച്ഛനെ എന്തിനാ ചൂട് പിടിപ്പിക്കുന്നത്? നീ പോ ദേവി, ഇത് പോ. ഇല്ല എടുത്തി, ഞാൻ വന്ന സാധനം കൊണ്ടേ പോകാൻ പോകത്തുള്ളൂ. ഇവൾക്ക് ഇവിടെ ഒരു സാധനവും ഇല്ല, മര്യാദയ്ക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പം ധർമ്മം പറയാ, അനുമോളെ നീ തിരിച്ച് വീട്ടിലേക്ക് പോ, നീ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണോ ഇവിടെ വന്നത്? രാമേട്ടനും പറയാനുണ്ട്, ബാലൻ്റെ മനസ്സിൽ തീ കോരിയിടാതെ നീ പോ മോളെ. ഇല്ല, എനിക്ക് കടലമുട്ടായി വേണം, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അവസാനം തരില്ല എന്ന് ഉറപ്പായിട്ടോ. അപ്പോൾ അവിടെ നിന്നും കൊണ്ട് അനുമോൾ പറയാം, അച്ഛാ എൻ്റെ റിസൾട്ട് വന്നു, എനിക്ക് 95% മാർക്കുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാലൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു കിട്ടും. അതുപോലെ ദേവിയും എല്ലാവർക്കും അങ്ങ് സന്തോഷമായി. അതൊക്കെ നീ എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത് എന്നൊരു നിമിഷം കൊണ്ട് ചോദിക്കുക. അപ്പോൾ അനുമോൾ പറയണ്ടേ, എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതും പഠിപ്പിച്ചതും എന്നെ നല്ല മാർക്ക് കൂടി പാസ്സാവണമെന്നും പറഞ്ഞ് പരീക്ഷയ്ക്ക് വിട്ടതും ഒക്കെ എൻ്റെ അച്ഛനാണ്. അപ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടുമ്പോഴേ എൻ്റെ അച്ഛനോട് അത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് അപ്പോഴത്തേക്കിനും ഉടനെ ബാലൻ ദേഷ്യം വന്നിട്ട് പറയും, അതിൻ്റെയൊക്കെ കണക്കുകൾ നീ പറയുന്നോ? ഇതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോടി? അങ്ങനെ അച്ഛനെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലേ നീ ഈ പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുമായിരുന്നോ? പറ, ഇതുപോലെ ഒരു താലി നിൻ്റെ കഴുത്തിൽ കിടക്കുമായിരുന്നോടി? ഇല്ലല്ലോ. അച്ഛൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് അവൾ വന്നിരിക്കുന്നു. എൻ്റെ മനസ്സിൽ നിന്ന് നീ മരിച്ചുപോയി, എനിക്ക് അങ്ങനെ ഒരു മോളെ ഇല്ല, നിന്നെ ഞാൻ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു, പിണ്ടവും വച്ചു. അത് കേൾക്കുമ്പോൾ അനുമോൾക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. അവസാനം
ദേവി പറയാം അവളൊരു കടല മുട്ടായി അല്ലേ ചോദിച്ചത്, ഞാൻ എടുത്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുട്ടായി എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. അത് വാങ്ങിക്കുകയാണ്. അപ്പോൾ വാങ്ങിച്ചിട്ട് ചേച്ചി ഞാൻ പോവാന്ന് തിരിഞ്ഞ് പോകുമ്പോൾ ബാലൻ പറയാം സാധനം വാങ്ങിച്ചിട്ട് കാശും കൂടെ വാങ്ങിച്ചവിടെ വെക്കാൻ. അനുമോൾ പറയാം എൻ്റെ കയ്യിൽ കാശില്ലാതെ എന്നോട് ഈ സാധനം വാങ്ങാൻ വരുന്നത്, നീ പൈസ തന്നിട്ട് സാധനം കൊണ്ടുപോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാണ്ട് ദേവി പറയാം അച്ഛനൊരു കാര്യം ചെയ്യുക, അച്ഛന് കാശല്ലേ വേണം, എൻ്റെ പറ്റിലേക്ക് എഴുതിക്കോ, മോൾ ഇത് കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞാൽ അതങ്ങ് കൊടുത്തു പോകണം. പെട്ടെന്ന് തന്നെ അലോക് പുറകെ വന്നിട്ട് പറയണ്ട, അതെ ഇതെന്താടി കടലമുട്ടായി ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങോട്ട് എടുക്കടി എന്നും പറഞ്ഞു അനുവിൻ്റെ അങ്ങ് ദേഷ്യം കേട്ടോ. പഴയ സ്റ്റോക്കാണോ ഇതൊക്കെ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന കവറൊക്കെ? അപ്പോൾ അനുവോള് പറയാം ഇത് പഴയതൊന്നുമല്ല പുതിയത് തന്നെയാണ്. അതെങ്ങനെ നിനക്കറിയാം? ഈ കടയിൽ അങ്ങനെ പഴയതൊന്നും വിൽക്കാറില്ല. പിന്നെ കവറിൽ ഡേറ്റ് നോക്ക്, പുതിയ സാധനം തന്നെയാണ്. ഓ പിന്നെ പുതിയ സാധനം, നിൻ്റെ ഈ സാധനം വേറെ കടയിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇത് വേണ്ട നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേറെ കടയിൽ നിന്ന് വാങ്ങാമെന്നും പറഞ്ഞ് നാണം കെടുത്താൻ വേണ്ടി അതിനങ്ങ് തിരിച്ച് കൊടുപ്പിക്കുക കേട്ടോ. അത് വേണ്ട ഇതിപ്പോൾ വാങ്ങിച്ചില്ലേ ഇത് തന്നെ മതി എന്ന് അനുമോള് പറയുമ്പോൾ വീണ്ടും അലോക് പറഞ്ഞു നിന്നോടല്ലേടി പറഞ്ഞത് തിരിച്ച് കൊടുക്കടി അങ്ങോട്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം നിന്നെ ശരിയാക്കി കളയും എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഈ കടല മുട്ടായി തിരിച്ച് കൊടുക്കുകയാണ്. അപ്പം ധർമ്മം പറയണ്ട്, എടാ അലോകേ നീ കൂടുതൽ ഷോ കാണിക്കില്ലേ, ഇത് കുറച്ച് ഓവറാണ്. അയ്യോ വലിയ കൊച്ചിച്ച ഇതൊന്നും കുറച്ച് കുറവൊന്നും അല്ല, ഇത് കൂടുതലും അല്ല, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്, ആർക്കും ഇതിൽ ഇടപെടാനോ തലയിടാനോ ഞാൻ അവകാശം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനുമോളെ വിളിച്ചോണ്ട് പോകുന്ന നാണം കെടുത്തിയിട്ട് അവിടെ വെച്ചിട്ട് ബാലനാണെങ്കിൽ അങ്ങ് ചൊറിഞ്ഞിട്ട് വയ്യ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുക കേട്ടോ ബാലൻ. സ്വന്തം മോളോട് ഇങ്ങനെയൊക്കെ പെരുമാറണം കണ്ടിട്ട് സഹിക്കാനാവാണ്ട് നിൽക്കുക കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്